ഓം നമോ ഭഗവതി വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 46. ഉണ്ണികൃഷ്ണന്റെ വായിൽ യശോദ ലോകം മുഴുവനും കണ്ട കഥ. ശ്ലോകം 5. ഐതേ സകലൈർവിനിശ്ചിതേ വിമതിശ്ചേദ്വദനം വിതാര്യതാം ഇതി മാതൃവിഭർസിതോ മുഖം വികസത് പത്മനിഭം വ്യധാരയ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചു നോക്കാം. ഐ തേ സകലൈർ വിനിശ്ചിതേ വിമതി ചേത് വദനം വിദാര്യതാം ഇതി മാതൃവിഭർസിതോ മുഖം വികസത് പത്മനിഭം വ്യധാരയ. അവിടെ ലാസ്റ്റിൽ വിസർഗം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഐ അല്ലയോ കൃഷ്ണ, തേ അങ്ങേക്ക്, സകല എല്ലാവരാലും, വിനിശ്ചിതേ നിശ്ചയിക്കപ്പെട്ട കാര്യത്തിൽ, വിമതി ചെയ്ത് ഭിന്നാഭിപ്രായമാണെങ്കിൽ, വദനം വാ, വിദാര്യതാം ഇതി തുറന്നാലും എന്ന്, മാതൃവിഭർസിത മാതാവിനാൽ ഭർസിക്കപ്പെട്ടവനായി, മുഖം വാ, വികസത് പത്മനിഭം വിടരുന്ന താമരപ്പൂവിന് തുല്യം, വ്യധാരയ തുറന്നു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. ഐ തേ സകലൈർ വിനിശ്ചിതേ. ചി എന്നുള്ളത് ഷാ ചാന്ന് ചേർത്തെഴുതിയതാണ്. വിമതി ചേത് വദനം അത് ചേർത്തെഴുതിയതാണ്. വിമതിശ്ചേദ്വദനം. ദ്വദനം എന്നുള്ളത് നമ്മൾക്ക് പിരിച്ചെഴുതാം. വദനം വാ എന്നാണ് വരിക. ദ്വ എന്നുള്ളത് വാ എന്ന് വരും അവിടെ. വിമതിശ്ചേത് വദനം വിദാര്യതാം ഇതി മാതൃവിഭർസിതോ. ഋസി ത് സ എന്ന് ചേർത്തിട്ട് എഴുതിയതാണ്. ഭർസിതോ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മുഖം എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. വികസത് പത്മനിഭം ത് മാ എന്നാണ്. പത്മനിഭം ഭം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വ്യധാരയ അവിടെ വിസർഗം. ഐതേ സകലൈർവിനിശ്ചിതേ വിമതിശ്ചേദ്വദനം വിദാര്യതാം ഇതി മാതൃവിഭർസിതോ മുഖം വികസത് പത്മനിഭം വ്യധാരയ. അടുത്തത് 6ാമത്തെ ശ്ലോകം. അപിമൃല്ലവദർശനോത്സുകാം ജനനീം താം ബഹുതർപ്പയന്നിവ പൃഥിവീം നിഖിലാം ന കേവലം ഭുവനാന്യപ്യഖിലാന്യതീദൃശ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചു നോക്കാം, അതിൻ്റെ അർത്ഥവും നോക്കാം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചു നോക്കാം. അപിമൃത് ലവ ദർശനോത്സുകാം ജനനീം താം ബഹു തർപ്പയൻ ഇവ പൃഥിവീം നിഖിലാം ന കേവലം ഭുവനാനി അഭി അഖിലാനി അതീദൃശ. ഇതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. മൃല്ലവദർശനോത്സുകാമപി അല്പമെങ്കിലും മണ്ണ് കാണാൻ കൊതിക്കുന്നവളായ, താം ജനനീം ആ അമ്മയെ, ബഹു വളരെ, തർപ്പയൻ ഇവ കുളിർപ്പിക്കുന്നവനെന്ന പോലെ, ത്വം അങ്ങ്, നിഖിലാം പൃഥ്വീം മുഴുവൻ ഭൂമി, ന കേവലം മാത്രമല്ല, അഖിലാനി എല്ലാ, ഭുവനാനി ഭുവനങ്ങളെയും, അതീദൃശ കാട്ടിക്കൊടുത്തു. ഇവിടെ മൃദ് ലവ ദർശനോത്സുകം അത് ചേർത്തിട്ടാണ് മൃല്ലവ ദർശനോത്സുകം. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. അപി മൃല്ലവ ദർശനോത്സുകം. മൃല്ല ല എന്ന് ഊന്നി പറയാനുള്ളതാണ്. ദർശനോത്സുകം സു എന്നുള്ളത് താസാന്ന് ചേർത്ത് എഴുതിയതാണ്. ജനനീം താം ബഹു തർപ്പയന്നിവ. തർപ്പയൻ
ഇവ ചേർത്തിട്ടാണ് തർപ്പയന്നിവ. ന എന്ന് ഒന്ന് ഊന്നി പറയണം. പൃഥിവീം ഥി എന്നുള്ളത് അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പൃഥിവീം. നിഖിലാം ഇവിടെ അതുപോലെ ഖ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. നിഖിലാം. ന കേവലം. ഭുവനാനി ഭു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അഖിലാനി ഖി എന്നുള്ളത് ഊന്നി പറയാനുള്ളതാണ്. അതീദൃശ അതി ദ എന്നുള്ളത് ദയയിലത്തെ ദ എന്നാണ്. അതീദൃശ അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. അപിമൃല്ലവദർശനോത്സുകാം ജനനീം താം ബഹുതർപ്പയന്നിവ പൃഥിവീം നിഖിലാം ന കേവലം ഭുവനാന്യപ്യഖിലാന്യതീദൃശ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.